അജുമോൻ കിടക്കുന്നുണ്ടോ? അജുമോൻ കിടക്കുന്ന ഇപ്പം രാത്രി എത്ര മണിയായി? രാത്രി ഒരു പണിയില്ലയോ? അജു ചോദിക്കുന്നു. ഇപ്പം എത്ര മണിയായെന്നറിയോ? 1:30 1:30. ആ ചോദിക്കുമോ? 1:30 ഫോൺ താത്തുവൊക്കെ സമയമില്ലയോ? എന്താ ഇത്രയും നേരം കിടക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, പിന്നെ ഇച്ചിരി ചായ കുടിക്കൂ. കിടക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ശകലം ഉണ്ണിയപ്പത്തിൻ്റെ മാവ് എടുത്ത് വെക്കണമായിരുന്നേ. അപ്പോൾ അതാ ഞാൻ ചായ ഇത്രയും താമസിച്ചത്. മാവെല്ലാം അരച്ചു കലക്കി. അത് ഇടയ്ക്ക് അരയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേന് വോൾട്ടേജിൻ്റെ കുറവ് വരികയൊക്കെ ചെയ്ത്. ഇവിടെ മാത്രം ഇപ്പം 2 ദിവസം കൊണ്ട് അങ്ങനെ ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. അതെന്താണെന്നറിയത്തില്ല. അപ്പം അത് ഇങ്ങനെ ഇരുന്ന് എടുത്ത് വെക്കണം. എന്നല്ല ഈ രാവിലെ ഉണ്ടാക്കാനുള്ളത് കേട്ടോ. രാവിലെ ഉണ്ടാക്കാനുള്ളത് ഉണ്ടാക്കി അജുമോൻ്റെ കൊടുത്ത് വിടണം. പിന്നെ ചില സാധനങ്ങളെല്ലാം തീർന്നിരിക്കുക. എല്ലാം ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനവും അതൊക്കെ കൊടുത്ത് വിട്ടിട്ട് വേണം നമുക്ക് ആ സാധനങ്ങളൊക്കെ മേടിക്കാൻ. കറക്റ്റ് 1:30 രാത്രി. ഇനി ഞാൻ കിടക്കാൻ പോവുക. എല്ലാം എടുത്ത് കലക്കിയൊക്കെ വെച്ചു. വോൾട്ടേജ് നോക്കി ഇരുന്ന് അത് പിന്നെ ഇപ്പോഴാണ് കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഒരു 5-6 മണിക്കൂർ ഇരുന്ന് നല്ലതായിട്ടൊന്ന് ഇതായി വരണമല്ലോ, എന്നിട്ട് വേണം അത് ഉണ്ടാക്കാൻ. അപ്പോൾ രാവിലെ എണീറ്റ് ഒരു ചായയൊക്കെ ഇവർക്ക് കൊടുത്തൊക്കെ കഴിയുമ്പോഴത്തേന് എല്ലാം അങ്ങനത്തെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് 6 മണിക്ക് അങ്ങ് തുടങ്ങാമെങ്കിൽ ഒരു 3 മണിക്കൂർ ഒക്കെ വേണം എല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേന്. എന്നിട്ട് വേണം ബാക്കി പണിയൊക്കെ ചെയ്യാൻ. രാവിലെ എണീക്കണം. എന്നും ഇങ്ങനെയൊക്കെ എനിക്ക് വയ്യാത്തതുകൊണ്ട് വേദനയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഒത്തിരി താമസിച്ചൊക്കെ ആയിരിക്കും ഇവിടെയൊക്കെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇനി കിടക്കാൻ പോവാം. അജു ഉറങ്ങാതെ എന്നെ വെയിറ്റ് ചെയ്താൽ ഇരിക്കുന്നത്. ഞാൻ ചെന്ന് അവൻ്റെ അടുത്തൊന്ന് കിടന്ന് കഴിയുമ്പോഴത്തേന് 2 മിനിറ്റ് 5 മിനിറ്റ് ആകുമ്പോഴത്തേന് ഉറങ്ങിക്കുള്ളൂ. എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ഒക്കെ ആയിട്ട് കിടക്കുക. എന്നെ വഴക്കുമൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുക ചെല്ലാത്തതിന്. അപ്പം ഇനി ഞാൻ പോയിന്ന് കിടക്കട്ടെ. ഈ വോൾട്ടേജിൻ്റെ കുറവ് കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ്. അല്ലെങ്കിൽ എപ്പോഴേ ഞാനതെല്ലാം അരച്ചെടുത്ത് വെച്ചതിനായിരുന്നു. തൊണ്ടയ്ക്ക് പോയി. തൊണ്ട ഉറക്കെ അലച്ചത് കൊണ്ട് തൊണ്ട പോയി. അപ്പോൾ ഒരു ഇച്ചിരി നേരം ഉറങ്ങി എണീറ്റ് വരാം. നേരമൊക്കെ നല്ലതായിട്ട് വെളുത്തു. സമയം 7:30 ആയിട്ടുണ്ട്. ഞാൻ എണീറ്റ് വന്നിട്ട് ചായയൊക്കെ ഇട്ടു. എന്നിട്ട് ഇച്ചിരി ചായയൊക്കെ കുടിച്ചിട്ടേ ഞാൻ പിന്നെ നമ്മുടെ അയ്യത്തൊക്കെ ഒന്ന് ഇറങ്ങി പോയി നോക്കി. എല്ലാ തേങ്ങ എങ്ങാനും കൊണ്ടേ പറക്കാവെന്ന് പറഞ്ഞ് പോയി നോക്കിയത്. ഇപ്പം കിട്ടത്തില്ല. പന്നി നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ രാത്രി വീഴുമ്പോഴേ പറക്കി പൊതിച്ച് തിന്നിട്ട് പോയി കളയും. അതുകൊണ്ട് എന്നാലും കിട്ടിയ കാര്യമെന്ന് പറഞ്ഞ് പോയി നോക്കി ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നിട്ടേ ഞാൻ നമ്മുടെ ബാക്കിയുള്ള ചില പണികളൊക്കെ ചെയ്യുക കേട്ടോ. ചായയൊക്കെ ഇട്ട് വെച്ചു. ഞാൻ കുടിക്കുകയും ചെയ്തിട്ട് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി. പാത്രങ്ങളൊക്കെ ഇനി കുറച്ച് കഴുകാനുണ്ട്. അതങ്ങ് കഴുകണം. ഇതിപ്പം ഞാൻ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാൻ പോവുക. ഞാൻ ഉണ്ണിയപ്പത്തിനുള്ള തേങ്ങയും എല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അതൊന്ന് വറുത്ത് ജീരകവും കൂടെ വറുത്തൊന്ന് കോരിയിട്ടിട്ട് പതുക്കെ അതങ്ങ് തുടങ്ങട്ടെ കേട്ടോ. ദാണ്ട പോന്നു. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ എണ്ണ തീർന്നു. ഞങ്ങൾ ഇന്നലെ താമസിച്ചാന്നല്ലോ. അജുമോൻ എണീറ്റ് വന്നതേ ഉള്ളൂ. സമയം ഇച്ചിരി കൂടുതലായിട്ടുണ്ട്. സമയം ഇപ്പം 10:30 10:45 എങ്ങാണ്ടായി. ഉണ്ണിയപ്പം ഇതുവരെ ഉണ്ടാക്കി കഴിഞ്ഞില്ല. 10:45 കഴിഞ്ഞു. 11 മണിയാവാൻ ഇനി ഇച്ചിരി മിനിറ്റുകളേ ഉള്ളൂ. അപ്പം കണ്ടോ, പോവാനായിട്ട് ഒരുങ്ങി ഇരിക്കുക. കഴിഞ്ഞ ദിവസം അജുമോൻ മഴ നനഞ്ഞാണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ട്. എന്നാലും ഗുളികയൊക്കെ തിന്ന് ഇങ്ങനെ പോകുന്നു. അച്ചാച്ചനുണ്ട് 2-3 ഉണ്ണിയപ്പവും ചായയൊക്കെ കഴിച്ചിട്ടിരിക്കുന്നു.
ഇപ്പം പോയിട്ട് വായിച്ചു ബാഗ് ശരിയാക്കട്ടെ, അത് മൊത്തം കുരുങ്ങിയിരിക്കുന്നുണ്ട്. എന്തോ അമ്മച്ചി ഇതോടെ പിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുമെന്നേ ഉണ്ടോ ചപ്പാത്തി. പിന്നെ ചപ്പാത്തിക്ക് പരിപ്പ് കറി കേട്ടോ. പരിപ്പ് കറി അജു കടയിൽ നിന്ന് വട മേടിച്ചു കൊണ്ടുവന്ന് എനിക്കിവിടെ തന്നേ. ചച്ചനും കൊടുത്തായിരുന്നു, അവനും തിന്നു. ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ചച്ചനും കൂടെ ചപ്പാത്തി കൊടുത്തു. ചച്ചൻ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത അജു അതുകൊണ്ട് അവിടെ കിടക്കുന്ന മൊബൈലിൽ നോക്കിക്കൊണ്ട് അജുവിനുള്ള ചപ്പാത്തി താണ്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവനും ഇനി എടുത്ത് തിന്നട്ടെ. അവിടെ കിടക്കുന്ന കണ്ടോ. അവിടെ ആഹാരത്തിനകത്ത് കാല് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് കിടക്കുവാണോ? എടുത്ത് മാറ്റി എണീറ്റേ അജു, എണീക്കാൻ. കണ്ണും പൂട്ടിയിരുന്ന് ചക്കപ്പഴം തിന്നുന്ന അച്ചാച്ചനെ കണ്ടു. കണ്ണും പൂട്ടിയിരുന്ന് ചക്കപ്പഴം തിന്നു കണ്ടോ. ചക്കക്കുരു എല്ലാം പറക്കി മാറ്റുന്നുണ്ട്. കണ്ടിരിക്കുന്നു ചക്കപ്പഴം ബാക്കി. ഞാനും തിന്നു. അജുവിനെടുത്ത് വെച്ചത്. അജു ഉണ്ണിയപ്പം പപ്പടമൊക്കെ ഇട്ട് പോയേക്കോ, വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.